Hi friends, welcome to Tech Kannan. We will see Redmi Note 7 unboxing. Redmi Note 7 unboxing and reviews YouTube is Chinese variants based. But the main features in India and Flipkart India available Redmi Note 7 kitilla. That's the features unboxing. So welcome to Tech Kannan once again. If you channel subscribe subscribe subscription button bell icon click cheyyuka. So namukku video like kadakam. Friends, this package is a bubble wrapping Redmi Note 7 varunathu. So ningalku kaanam Note 7 packet. This bubble wrap ചെയ്തിട്ടുണ്ട് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്. മുള്ളും താഴെയില്ല, ജസ്റ്റ് ഒരു ബബിൾ റാപ്പിംഗേ ഉള്ളൂ. നമുക്കിത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi Note 7. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അവർ എഴുതിയിട്ടുണ്ട് Redmi Note 7 ഫീച്ചേഴ്സ്. ഇതിൻ്റെ Snapdragon 660 ആണ്. Note 5 Proയിൽ വന്നിരുന്ന വെർഷനാണ് വരുന്നത്. Snapdragon 660 Full HD Plus ഗ്ലാസ് ആണ്. 6.3 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. പിന്നെ ബാറ്ററി വരുന്നത് 4000 mAh ബാറ്ററിയാണ്. 4000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ബാക്കിൽ അവർ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ Redmi Note 7 India's #1 ബ്രാൻഡ് Redmi എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളത് തുറന്നപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ബോക്സ് നമുക്ക് തുറക്കാം. നമുക്കിവിടെ നമ്മുടെ മൊബൈൽ കാണാം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളത് കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. അവരുടെ കുറച്ച് വാറണ്ടിയുടെയൊക്കെ പേപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള പേപ്പേഴ്സ് ഉണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് പൗച്ച്, അവർ തന്നെ ഒരു ബാക്ക് പൗച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി റെഡ്മി അവതരിപ്പിച്ച ഫോണിലെല്ലാം നമുക്ക് ഈ ബാക്ക് പൗച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലൂ കളറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവം നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ Redmi Note 7. നിങ്ങൾക്ക് കാണാം, വളരെ നല്ല ലുക്കുള്ളൊരു ഫോണാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ബാക്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണത് കാണാം. ഇതിൽ ബാക്കിൽ വരുന്നത് ശരിക്കും ഗ്ലാസ്സാണ്. ഇപ്പോൾ യൂഷ്വലി ഈ റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ കുറേ വന്നിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വന്നിരുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് ശരിക്കുള്ള ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ലൊരു അടിപൊളി ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറാസ് ഇവിടെ ഉണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാമറാസാണ്. ബാക്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലാണെങ്കിൽ അവരൊരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് അല്ല, നമുക്കപ്പോൾ അത് മാറ്റിയിട്ട് ഒറിജിനൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കേണ്ടി വരും. പിന്നെ ഇതിന് വരുന്നത് ക്യാമറ ടിയർ ഡ്രോപ്പ് ഷേപ്പ്ഡാണ്. പിന്നെ നല്ലൊരു ഫീലിംഗ് ആണ് കയ്യിൽ പിടിക്കുമ്പോൾ. ഇതിൻ്റെ സൈഡിൽ വരുന്നൊരു മെറ്റൽ പോലെ ഉണ്ട് ഫിനിഷിങ്. പക്ഷേ ഇത് മെറ്റലാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് മെറ്റൽ പോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് അടുത്ത് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്, ഇതാണ് ഇതിൻ്റെ ബാക്കിൽ. കണ്ടോ, നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ബാക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഇപ്പോൾ അടുത്തിറങ്ങിയ ഫോണുകളിലൊക്കെ കുറേ ഹെഡ്ഫോൺ ജാക്ക് അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും റെഡ്മി ഇപ്പോഴും അത് കൊടുക്കുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതിനടുത്ത് തന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതാണ് മൈക്രോഫോൺ. ഇത് നിങ്ങളുടെ IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ അടിയിൽ നമുക്ക് വരുന്നത് USB Type-C ആണ്. അപ്പോൾ ആദ്യമായിട്ട് റെഡ്മി USB Type-C അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു റേഞ്ചിൽ. USB Type-Cന് മുമ്പുള്ളതൊക്കെ മൈക്രോ USB ആയിരുന്നു. പിന്നെ സൈഡിൽ നമുക്ക് കാണാം നമ്മുടെ സിം ട്രേ, ഈ സൈഡിൽ കാണാം. പിന്നെ ഈ സൈഡിൽ വരുന്നത് നമ്മുടെ പ്ലസ് ആൻഡ് മൈനസ് വോളിയം റോക്കേഴ്സും ഇതിൻ്റെ പവർ ബട്ടണുമാണ്. അപ്പോൾ ഇത് ശരിക്കും പവർ ബട്ടൺ കറക്റ്റ് ആക്സസിങ് ആണ്. നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കറക്റ്റായിട്ടുള്ള ആക്സസിങ് ആണ്. അപ്പോൾ വളരെയധികം നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊരു ഫോണാണ് Redmi Note 7. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിത് ഓൺ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ബോക്സിനുള്ളിൽ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു USB Type-C ഞാൻ പറഞ്ഞു, USB Type-C കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
പ്ലസ് USB Type-C ചാർജർ. ഈ ചാർജർ വരുന്നത് ഒരു 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് Qualcomm ഫാസ്റ്റ് ചാർജർ അല്ല, നമുക്ക് വേണമെങ്കിൽ Qualcomm ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഫോൺ, അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഈ ചാർജർ ഒരു 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ Qualcommൻ്റെ ഒരു എക്സ്ട്രാ ചാർജർ, പക്ഷേ ഇത് വളരെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കണം. 2 ആംപിയർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് തന്നെ, അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യും. ഫാസ്റ്റ് ചാർജർ എന്നുള്ള ഒരു ഡെഫിനിഷൻ കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ അൺബോക്സിങ്ങിൽ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പൗച്ച്, ചാർജർ 5 വോൾട്ടിൻ്റെ 2 ആംപിയർ ചാർജർ, പിന്നെ ഒരു USB Type-C കേബിൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്ത് കാണാം. അപ്പോൾ അത് ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോൺ നീളത്തിലുള്ള ഒരു സ്ക്രീനാണ്, കണ്ടിട്ട് അത്യാവശ്യം നല്ല ലുക്ക്. ഇപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഇപ്പോൾ സ്ക്രീൻ എനിക്ക് കാണുന്നത്. MIUI 10 ആണ് ഇത് പവർ ചെയ്യുന്നത്. MIUI 10ഉം Android Pie ആണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഇതായി ബൂട്ടായി, നമ്മളത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സാധാരണ MIUIയിൽ വരുന്ന പോലെയുള്ള ഒരു ലോഞ്ചറാണ്. ഇപ്പോൾ പോക്കോയിലൊക്കെ വരുന്ന പോലെയുള്ള ലോഞ്ചറല്ല വരുന്നത്. യൂഷ്വൽ MIയിൽ വരുന്ന MIUI ലോഞ്ചറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നല്ല ഫാസ്റ്റാണ് സെറ്റ്. ബിക്കോസ് ഇതിൽ സ്നാപ്ഡ്രാഗൺ 660 ആയതുകൊണ്ട്, അതും 4GB റാം. ഇതൊരു 64GB 4GB റാം വേർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഫാസ്റ്റായിട്ടുള്ള ഒരു വേർഷനാണ്. നല്ല സ്പീഡുണ്ട്. പിന്നെ യൂഷ്വൽ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇതിലുണ്ട്, ടൂൾസ് എല്ലാം ഉണ്ട്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു മെയിൻ ഫീച്ചർ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ വീഡിയോ റിവ്യൂസൊക്കെ കണ്ടിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫീച്ചർ നമുക്ക് ഇതിലില്ല. അതായത് ചൈനയിൽ അവർ കൊടുത്തൊരു ഫീച്ചറില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ ക്യാമറയാണ്. നമ്മൾ ചൈനീസ് ഫോണിൽ 48 മെഗാ പിക്സലിൻ്റെ സാംസങ് സെൻസറുള്ള ഒരു ക്യാമറയാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് 12 മെഗാ പിക്സൽ സെൻസറാണ് ബാക്ക് സൈഡിലെ മെയിൻ വരുന്നത്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും, എല്ലാവരും MIയുടെ തട്ടിപ്പാണ്, ഇതാണ് 48 മെഗാ പിക്സൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിവാദമായിരുന്നു റെഡ്മി നോട്ട് 7ൻ്റെ ലോഞ്ച് വന്നിരുന്നത്. പക്ഷേ ഇതിന് ആ ക്യാമറ അവർ കൊടുത്തില്ല. പിന്നെ ഇതിൻ്റെ വാറണ്ടി, ചൈനയിൽ ഇവർ കൊടുക്കുന്നത് 16 മന്ത്സ് വാറണ്ടിയാണ്. 16 അല്ല 18 മന്ത്സ് വാറണ്ടിയാണ്. ഇവിടെ നമുക്ക് 12 മന്ത്സ് വാറണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 2 ഡിഫറൻസസ് ഉണ്ട് ഇതിന്. പക്ഷേ ആസ് എ ഫോൺ വളരെ നല്ല ഫോണാണ്. ഈ പ്രൈസിൽ നമുക്കിതിന് വെറും 12,000 രൂപയെ വരുന്നുള്ളൂ. 11,999 ആണ് ഇതിൻ്റെ 4GB 64GB വേർഷൻ വരുന്നത്. അപ്പോൾ കറക്റ്റ് പ്രൈസ് ഞാൻ ലിങ്ക്സിൽ ഇടാം. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 7ൻ്റെ അൺബോക്സിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന്, ഈ ഒരു അൺബോക്സിങ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 48 മെഗാ പിക്സൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇതിന് 12 മെഗാ പിക്സൽ ക്യാമറയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്. ഗുഡ് ഡേ.